Good afternoon, all. Okay, good afternoon. Last class, we standards പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? സ്റ്റാൻഡേർഡ്സ് വരെയും പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമ്മള് JCIനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. നമ്മൾ പറഞ്ഞിട്ടില്ല, ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാലോ? JCIനെ കുറിച്ച് പറഞ്ഞിട്ടില്ലാലോ? 1 മിനിറ്റ്, വോയിസ് വളരെ കുറവാണ്. ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇനി നോക്കാൻ പോകുന്നത് JCI ആണ്. ഒരു വേൾഡ് എന്താ പറയുക, വേൾഡ് വൈഡ് ആയിട്ട് ഹോസ്പിറ്റൽസിന് ക്വാളിറ്റി കെയർ റിലേറ്റഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഏത് JCI എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. JCI എന്നാണ് ഷോർട്ട് ഫോം. ഫുൾ ഫോം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ഈസ് one of the world leading non-profit patient safety organization. വേൾഡിൽ തന്നെ one of the leading patient safety organization ആണ് ഏത് JCI എന്ന് പറയുന്നത്. JCI seeks a world where every patient receives the highest quality of care possible. നമ്മള് JCIയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡ് വൈഡിലുള്ള എല്ലാ പേഷ്യൻസിനും നല്ല ഹൈ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് JCIയുടെ മെയിൻ ആയിട്ടുള്ള എയിം. The most visible way we can chase this goal in through our accreditation program. അപ്പൊ നമുക്ക് ഈ ഒരു ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? അപ്പോ നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. To that end, JCI regularly publish a demanding set of standards that represent the most current thinking in patient safety and quality improvement. JCI എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും റെഗുലർലി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന സ്റ്റാൻഡേർഡ്സ് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡേർഡ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ
that are able to meet these standards must undergo a comprehensive and rigorous on-site survey conducted by JCI in order to achieve accreditation. JCI നിന്ന് accreditation achieve ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും JCIയുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിഗ്രസ് ആയിട്ടുള്ള ഓൺ സൈറ്റ് സർവേ JCI എന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് നമ്മളുടെ ഓർഗനൈസേഷന് വന്നിട്ട് ഓൺ സൈറ്റ് സർവേ കണ്ടക്ട് ചെയ്യും. നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ്സും അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. Once accredited, the organization must continue to meet our standard. നമ്മൾ ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ സ്ഥാപനത്തിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ്ലി അഡോപ്റ്റ് ചെയ്യണം, നമ്മളത് നിലനിർത്തണം. ആൻഡ് ആർ റെഗുലർലി അസൈൻഡ് ത്രൂ പീരിയോഡിക് സർവേ. അപ്പോ JCI നമുക്ക് അക്രഡിറ്റേഷൻ തന്നു കഴിഞ്ഞാലും പീരിയോഡിക് അസസ്മെന്റ് ഉണ്ട്, റീസർവേ കണ്ടക്ട് ചെയ്യും, റെഗുലർലി റീസർവേ കണ്ടക്ട് ചെയ്യാറുണ്ട്. JCI is completely independent from the organization we accredited. നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഏത് JCI എന്ന് പറയുന്നത്. അപ്പോൾ JCI അക്രഡിറ്റേഷൻ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഹോസ്പിറ്റൽസിന് മാത്രമേ ഈ ഒരു അംഗീകാരം കിട്ടുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ JCI പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള എന്താണ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഓക്കെ ട്ടാ. JCI also work to improve the quality of care within all hospital. എല്ലാ ഹോസ്പിറ്റൽസിലും നല്ല ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് JCI വർക്ക് ചെയ്യുന്നത്. Not just those that are capable of meeting our accreditation standards. അപ്പോ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ കണ്ടെത്തും. അവർ ഗ്ലോബൽ എക്സ്പേർട്സ്, നമ്മള് JCI എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഗ്ലോബൽ എന്താ പറയാ എക്സ്പേർട്ട് ആയിരിക്കും ഈ ഒരു സർവേയും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. റെഗുലർലി അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ, municipal government and Ministry of Health as they pursue their own quality goals and patient care outcome. പേഷ്യൻസിന് നല്ല കെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് ഹോസ്പിറ്റൽസിനെയും അതുപോലെ മുനിസിപ്പൽ ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിനെയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നത്? പെർസീവ് ചെയ്യുന്നുണ്ട്. അത് ക്വാളിറ്റി കെയർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നല്ല ക്വാളിറ്റിയിൽ അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ നേഷന് തന്നെ വളരെയധികം സപ്പോർട്ടാണ് കൊടുക്കുന്നത് അല്ലെ. നമ്മുടെ രാജ്യത്ത് ഉള്ള ജനങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം എന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കെയറിന്റെ ഡ്യൂട്ടിയാണ്. The Joint Commission International is a US-based accreditation body. JCI എന്ന് പറയുന്നത് ഒരു US-based accreditation ബോഡിയാണ്. Dedicated to improve healthcare quality and safety around the world. നമ്മുടെ വേൾഡിൽ തന്നെ ഹെൽത്ത് കെയർ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് JCI എന്ത് ചെയ്യുന്നത്? JCIയുടെ മെയിൻ ആയിട്ടുള്ള എയിം. The Joint Commission strives to continuously improve the safety and quality of care provided to the public through the provisions of healthcare accreditation service. അപ്പോൾ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ ക്വാളിറ്റി കെയർസ് അതേപോലെ സേഫ്റ്റി പേഷ്യൻസിന്റെ ഹെൽത്ത് കെയർ റിലേറ്റഡ് സേഫ്റ്റിയും ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ്സിലൂടെ നല്ല സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നു. അതിലൂടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒക്കെ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓർഗനൈസേഷന് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. Since 1951, the Joint Commission was maintained state-of-the-art standard that focus on improving the quality and safety of care provided by healthcare organizations. 1951 ജോയിന്റ് കമ്മീഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് പേഷ്യൻസിന്റെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ആണ്.
അവർക്ക് കിട്ടുന്ന സർവീസിന്റെ ക്വാളിറ്റിയിലായിരുന്നു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ഇത് കോംപ്രിഹെൻസീവ് അക്രഡിറ്റേഷൻ process evaluate an organization compliance with these standards and other accreditation requirements. അപ്പോൾ ഇതൊരു കോംപ്രിഹെൻസീവ് അക്രഡിറ്റേഷൻ പ്രോസസ് ആണ്. ഓർഗനൈസേഷൻ ഇവാലുവേറ്റ് ചെയ്യാണ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ, നമ്മൾ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും അവര് കറക്റ്റ് ആയിട്ട് റിക്വയർമെന്റ്സ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു. ജോയിന്റ് കമ്മീഷൻ accreditation is recognized as a symbol of quality that reflect an organization commitments to meeting specific performance standard. ഒരു ഓർഗനൈസേഷന് JCIയുടെ അംഗീകാരം കിട്ടി എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ മെറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു അംഗീകാരം കിട്ടുള്ളൂ. To earn and maintain the joint commission ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ നമ്മൾ നേരത്തെ കണ്ടല്ലേ, ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ക്വാളിറ്റി അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സീൽ കണ്ടോ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് JCIയുടെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ. കിട്ടിക്കഴിഞ്ഞാൽ ടു ഏൺ ആൻഡ് മെയിൻറ്റെയിൻ ദ ജോയിന്റ് കമ്മീഷൻസ് gold seal of approval, an organization must undergo a rigorous on-site survey by Joint Commission Survey Team at least every 3 years. 3 വർഷം കൂടുമ്പോഴും നമ്മൾ ഈ അപ്രൂവലിന് വേണ്ടിയിട്ട് ഇപ്പൊ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അംഗീകാരം നമ്മുടെ ഓർഗനൈസേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺ സൈറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം. ജോയിന്റ് കമ്മീഷൻ സർവേ ടീം വന്ന് നമ്മുടെ ഓർഗനൈസേഷനിൽ വന്ന് സർവേ കണ്ടക്ട് ചെയ്യും. ഇത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി ആ ഒരു അംഗീകാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് എവറി ഇയറിൽ നമ്മൾ ഈ സർവേ വീണ്ടും കണ്ടക്ട് ചെയ്തിട്ട് വരും. JCI is a benchmark for the quality healthcare worldwide. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബെഞ്ച് മാർക്ക് ആണ്. പക്ഷെ ഭയങ്കര ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ആണ് JCIയുടെ അംഗീകാരം എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് നമുക്ക് എന്താ പറയാ, ഇന്റർനാഷണൽ പേഷ്യൻസിനെയൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഈ JCIയുടെ അംഗീകാരം മതി. We have met the international set of standard laid by JCI covering infection control, facility safety, medication management, patient safety, quality of care, evidence-based practice guidelines. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഈ ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ട്, ഫെസിലിറ്റി സേഫ്റ്റി, മെഡിസിൻസ് കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ, പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി കെയർ, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ, ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. ദ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റിമണി ടു അവർ കമ്മിറ്റ്മെന്റ് ടുവേഴ്സ് പേഷ്യന്റ് സേഫ്റ്റി. ഈ ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ട് എന്താണ്, നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഓർഗനൈസേഷന്റെ കമ്മിറ്റ്മെന്റ് എങ്ങനെയാണ് പേഷ്യൻസിന്റെ സേഫ്റ്റിനോട്, അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി കെയർ എങ്ങനെയാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് അംഗീകാരം കിട്ടുള്ളൂ, JCIയുടെ ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ കിട്ടുള്ളൂ. ഓക്കെ, JCI എന്ന് പറയുന്നത് വേൾഡ് ഇന്റർനാഷണലി ഒരു എന്താ പറയാ അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ വേൾഡ് വൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് മാത്രം കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഏത്, ഈ ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ എന്ന് പറയുന്നത് JCIയുടെ. ഓക്കെ, ഓക്കെ ആണോ? ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ JCI.
എല്ലാവരും റീഡ് ചെയ്തോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി 1910-1913 കൺസേൺ ഫോർ ക്വാളിറ്റി ഓഫ് ഹോസ്പിറ്റൽ കെയർ ഇൻ USA. ഈ ഒരു കാലഘട്ടത്തിലാണ് ഹോസ്പിറ്റൽസിലെ ക്വാളിറ്റി കെയറിനെ കുറിച്ചിട്ട് കൺസേൺസ് USA സ്റ്റാർട്ട് ചെയ്തൊരു ടൈം. 1910 എർണസ്റ്റ് എ ഫോക്കസ് ഓൺ റിസൾട്ട്. മെയിൻ ആയിട്ട് നമ്മുടെ റിസൾട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി കെയർ റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിൽ കൺസേൺസ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് 1918 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ബിഗിൻ എ ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രോഗ്രാംസ്. അപ്പോൾ സർജൻസ് എന്ത് ചെയ്തത്, അമേരിക്കൻ സർജൻസ് കോളേജ് ഓഫ് സർജൻസ് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട്, ഹോസ്പിറ്റൽസിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട് ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്, ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ്? 1918 ഓൺവേർഡ്സ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് നമ്മള് ഏത് സ്ഥാപനമാണ് ഫോം ചെയ്തത്? ഓർമ്മയുണ്ടോ? അമേരിക്കൻ സർജൻ ഓഫ് കോളേജ്, അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന്റെ ഭാഗമായിട്ട് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഫസ്റ്റ് നമ്മള് പഠിച്ചത് ഓർമ്മയുണ്ട്. 1951 ഒക്കെ ആയപ്പോഴേക്കും ഒരു സ്ഥാപനം ഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അത് നമ്മളുടെ JCI ആണ്, ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. അതിന്റെ നെയിം പിന്നീട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയതായിരുന്നു അല്ലെ, ഫസ്റ്റ് ഹിസ്റ്ററിയുടെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നെയിം ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് പിന്നീട് 1951 ആയപ്പോൾ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഫോം ടു കണ്ടിന്യൂ ദ ചലഞ്ചസ്. ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1951 ആയപ്പോഴേക്കും ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഫൗണ്ടഡ് ഇൻ, ഇനി നമ്മൾ നോക്കുന്നത് JCI കുറിച്ചിട്ടാണ്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ഫൗണ്ട് ചെയ്തത് 1994 വന്നപ്പോഴേക്കുമാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ഫൗണ്ട് ചെയ്തത്. Work with the healthcare organization from more than 100 countries. 100-ലധികം രാജ്യങ്ങളിൽ അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് JCI വർക്ക് ചെയ്യുന്നത്. This is the one of the world leading non-profit patient safety organization based in USA. പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നോൺ പ്രോഫിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഏത്, JCI എന്ന് പറയുന്നത്. JCI accreditation is recognized as a symbol of quality that reflect an organization's commitment to meet a certain performance standard. ഈ JCIയുടെ അംഗീകാരം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഓഫ് ക്വാളിറ്റി ആണ്. ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഒരു അംഗീകാരമാണ്. ഓർഗനൈസേഷൻ
JCI പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എല്ലാം മെറ്റ് ചെയ്തു എന്നതിന്റെ ഒരു അംഗീകാരമാണ് നമ്മുടെ ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ. To earn and maintain the JCI accreditation, an organization must undergo rigorous on-site survey by Joint Commission Survey Team at least every 3 years. നമ്മൾ ഈ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺസൈറ്റ് സർവേ കണ്ടക്ട് ചെയ്യും, ജോയിന്റ് കമ്മീഷൻ സർവേ ടീം കണ്ടക്ട് ചെയ്യും. ഈ അംഗീകാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എവറി 3 yearsൽ നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു എന്താണ് സർവേ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. Achieving JCI accreditation can have a profound impacts on an organizational medical practice. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇമ്പാക്ട്സ് കൊണ്ടുവരുന്നത് നമ്മുടെ ഓർഗനൈസേഷന്? മെഡിക്കൽ പ്രാക്ടീസ്, പേഷ്യന്റ് സേഫ്റ്റി പ്രാക്ടീസ്, സ്ട്രക്ചറൽ സേഫ്റ്റി, ലീഡർഷിപ്പ്, ഇൻവോൾവ്മെന്റ് ആൻഡ് ബിസിനസ് ഓപ്പറേഷൻ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും കൂടിയുള്ള ഒരു ഓവറോൾ അംഗീകാരമാണ് JCI accreditation എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഡു നോട്ട് നോ always how to start and where to begin the JCI accreditation process. നമുക്ക് സാധാരണ ഹോസ്പിറ്റൽസിന് അല്ലെങ്കിൽ സാധാരണ ഓർഗനൈസേഷന് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നോ എങ്ങനെ ഇത് ബിഗിൻ ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്സും കാര്യങ്ങളും പിന്നീട് പഠിക്കും. ഹോസ്പിറ്റൽസ് അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട്. Primary care centers, ambulatory care centers can go for JCI accreditation. ഇതൊക്കെല്ലാം JCI accreditation വേണ്ടിയിട്ട് പോവാം. The initial step of JCI accreditation should be a series of commitment of leadership towards the appointment, adoption of patient safety and quality care delivery. JCIയുടെ ഏറ്റവും ഇനിഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലില് നല്ല ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്യുക എന്നതാണ്. സെലക്ഷൻ ഓഫ് എക്സ്പേർട്ട് ഓർ അഡ്വൈസർ. നമുക്ക് JCI അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു അഡ്വൈസറിനെയോ അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അക്യൂർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിനെയോ എക്സ്പേർട്സിനെ സെലക്ട് ചെയ്യാം. Selection of experts or advisors play an important role for the hospitals in their journey of JCI accreditation within a successful. നമ്മൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് പേഴ്സൺ, ഒരു അഡ്വൈസറിനെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അദ്ദേഹം നമ്മളെ ലീഡ് ചെയ്യും. ഈ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആ ജേർണിയിൽ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും. JCI accreditation survey result, cultural changes within a speculated time period. നമ്മൾ ഇത് സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ സർവേയുടെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് അംഗീകാരം തരുന്നത്. എന്തെല്ലാം കാര്യത്തിലാണ്, അതേപോലെ ആരൊക്കെയാണ് ലീഡിങ് അക്രഡിറ്റേഷൻ കൺസൾട്ടൻസി എന്നൊക്കെ നമുക്ക് നോക്കാം. മെഡിസിൻ കൺസൾട്ടൻസി ഇൻ ന്യൂ ഡൽഹി, ഇന്ത്യസ് ലീഡിംഗ് JCI accreditation കൺസൾട്ടൻസി. ഞാൻ പറഞ്ഞല്ലേ, നമുക്കൊരു എക്സ്പേർട്സിനെയോ ഒരു അഡ്വൈസറിനെയോ നമുക്ക് സെലക്ട് ചെയ്യണമെന്ന്. അപ്പൊ ഡൽഹിയില് മെഡിസിൻസ് കൺസൾട്ടൻസി ആണ് ഏറ്റവും നല്ലൊരു JCI accreditation കൺസൾട്ടൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. At the best team of JCI accreditation expert of India, we have complete 19 JCI accreditation in India. ഈ ഒരു സ്ഥാപനം, ഈ ഒരു കൺസൾട്ടൻസി 19 JCI accreditation ഇന്ത്യയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ കൂടാതെ ഗൾഫ് റീജിയൻ, SARC കൺട്രീസിലും റീജിയനിലും നമ്മൾ അംഗീകാരത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം നല്ല സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് മെഡിസിൻ കൺസൾട്ടൻസി ഇൻ ന്യൂഡൽഹി. No other consultancy in India has a successful and huge track record in the field of JCI accreditation. മറ്റൊരു സ്ഥാപനങ്ങൾക്കും ഇതേപോലെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂജ് ട്രാക്ക് റെക്കോർഡ് ഇല്ല. Okay, we just do not answer the inquiries or questions related to JCI accreditation standard
for our client hospital, but implement the JCI standard in the hospital as a one team. നമ്മള് അവര് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇൻക്വയറീസിനോ ആൻസറോ ഒന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ആ ഹോസ്പിറ്റലിനോടൊപ്പം നിന്നുകൊണ്ട് JCI സ്റ്റാൻഡേർഡ് ഒറ്റ ടീമായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഒറ്റ ടീമായിട്ട് അംഗീകാരം കിട്ടുന്നത് വരെയും അവർ ഒരുമിച്ച് വർക്ക് ചെയ്യും. We always start our journey with our clients to bring the overall cultural changes to achieve JCI accreditation. JCI accreditation എന്ത് ചെയ്യാനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? JCI accreditation ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വൺ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ക്ലയൻസിനെ ടു ബ്രിങ് ഓവറോൾ കൾച്ചറൽ ചേഞ്ചസ്, ഒരുപാട് ഓവറോൾ ചേഞ്ചസും കാര്യങ്ങളും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അവർക്ക് വേണ്ട ബെസ്റ്റ് പ്രാക്ടീസ്, അതേപോലെ തന്നെ ബെസ്റ്റ് പേഷ്യന്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്യുന്നു. അത് കണ്ടിന്യൂസ്ലി കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. The mission of JCI is to consultancy improve the safety and quality care in the international community. For international community through education, advisory service, international accreditation certification. ഈ കൺസൾട്ടൻസി നമ്മുടെ ഓവറോൾ സേഫ്റ്റി, നമ്മുടെ ഓർഗനൈസേഷന്റെ ഓവറോൾ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കെയർ എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ നമ്മള് പറഞ്ഞത് നമ്മള് സെലക്ഷൻ ഓഫ് എക്സ്പേർട്ട് ഓർ അഡ്വൈസറിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പൊ അത് ഒരു സ്ഥാപനം ആണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള അഡ്വൈസർ ആണ് ഇത് മെഡിസിൻ കൺസൾട്ടൻസി ഇൻ ഇന്ത്യ. അതിൽ ഡിഫറെന്റ് ഇന്ത്യയിലും ഗൾഫ് റീജിയനിലും അതേപോലെ തന്നെ ഡിഫറെന്റ് രാജ്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു ഏതൊക്കെയാണ് RC എന്ന് പറയുന്ന ഓക്കെ നോക്കാം. കണ്ടോ, ഈ രാജ്യങ്ങളാണ് SAARC കൺട്രീസ്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ ആണ് SAARCയുടെ ഫുൾ ഫോം. ഈ രാജ്യങ്ങളാണ് ആ ഒരു ലിസ്റ്റിൽ വരുന്നത്, ഇൻക്ലൂഡിങ് ഇന്ത്യ. ഓക്കെ, നോട്ട് ചെയ്യേണ്ടവര് നോട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് ഏതൊക്കെയാണെന്നുള്ളത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ആണ് നമ്മുടെ സൗത്ത് ആ ഒരു ഭാഗത്ത് വരുന്ന രാജ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇമേജിൽ ക്ലിയർ ആയിട്ട് ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇൻക്ലൂഡിങ് ഇന്ത്യ അടക്കമുള്ള കേട്ടോ ആ ഒരു ഈ ഒരു ഏരിയ. എനിക്ക് തോന്നുന്നില്ല ക്ലിയർ ആവുന്നത്. ഓക്കെ, ഇമേജ് ക്ലിയർ ആണോ? മനസ്സിലായോ ഏതൊക്കെയാണ് ഈ രാജ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അക്രഡിറ്റേഷനിൽ വൺ ഓഫ് ദ നമ്പർ 1 അഡ്വൈസർ അല്ലെങ്കിൽ കൺസൾട്ടൻസി ആണ് മെഡിസിൻ കൺസൾട്ടൻസി. 19 അക്രഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഹെൽപ്പോട് കൂടി ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും 19 അക്രഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ക്ലിയർ ആയോ ടോപ്പിക്? ഓക്കെ, ഹിസ്റ്ററി മുതൽ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, നമുക്കിനി types of healthcare programs accredited by Joint Commission International എന്തെല്ലാം accreditation programs ആണ് കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ആണ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്നത് നോക്കാം. ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ, clinical lab accreditation, academic medical center hospital, നമുക്കറിയാലോ മെഡിക്കൽ കോളേജുകൾ പോലുള്ള ഹോസ്പിറ്റൽസിന്, such as medical facilities integrated with the medical schools and academic and or commercial trial sites, ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം കൊടുക്കുന്നുണ്ട്. ambulatory care facilities include dialysis facilities, acute care centers, then home care facility, which include staff qualification, education, environment safety. നമ്മള് ഹോം കെയർ ഫെസിലിറ്റി പറയുന്ന സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയും നമ്മൾ അപ്പോയിന്റ് ചെയ്യാം. അവർക്ക് വേണ്ട സേഫ്റ്റി, എൻവയോൺമെന്റ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാം. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് സച്ച് ആസ് അൻസൈഡ് ലിവർ ആൻഡ് ക്രോണിക് കെയർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡിംഗ് എമർജൻസി ആൻഡ് നോൺ എമർജൻസി ട്രാൻസ്പോർട്ട് സർവീസിന് വേണ്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ. പ്രൈമറി കെയർ സെന്റേഴ്സ് സച്ച് ആസ് കമ്മ്യൂണിറ്റി ഇന്റഗ്രേഷൻ, ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ സെന്റേഴ്സിന് വേണ്ട അംഗീകാരവും ആര് കൊടുക്കുന്നുണ്ട്? JCI കൊടുക്കുന്നുണ്ട്. JCI itself is accredited by International Society for Quality in Healthcare External Evaluation Association. JCI itself അംഗീകാരം കിട്ടിയിട്ടുള്ളത് International Safety for Quality in Healthcare External Evaluation Association IEEA നിന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. This accreditation provides assurance that the standards, the process and training used by JCI are in the line with the highest international standard for accreditation body. Internationally ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ളൊരു അക്രഡിറ്റേഷൻ ബോഡി ആണെന്നുള്ളൊരു അംഗീകാരമാണ് JCIക്ക് ഈ IEEA പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് അവരുടെ സ്റ്റാൻഡേർഡ്സ്, അവർ കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതിനുവേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഹൈയസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. JCI aims to maintain and improve safety. JCI ഇപ്പോഴും മെയിൻ ആയിട്ടുള്ള എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. JCI aim to maintain and improve safety and health care quality throughout the world by providing education.
ക്വാളിറ്റി കെയറിനെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ, അഡ്വൈസറി സർവീസും സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് ഹൈ ക്വാളിറ്റി സർവീസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാണ് നടപ്പിലാക്കാണ് JCIയുടെ എയിം എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ഈസ് founding by JCI Joint Commission in 1994, JCI has accredited more than 1,000 healthcare organizations with its gold seal of approval. നമ്മൾ 1994 ജോയിന്റ് കമ്മീഷനാണ് JCIക്ക് ഫൗണ്ട് ചെയ്തതെങ്കിൽ ജോയിന്റ് കമ്മീഷൻ ഇന്ന് thousands of healthcare organizations in golden seal of approval provide ചെയ്തിട്ടുണ്ട്. A globally recognized symbol of quality patient care and safety. Quality patient care and safety സംബന്ധിച്ച് നല്ല ഹൈ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു അംഗീകാരമാണ് ഈ സീൽ എന്ന് പറയുന്നത്, Golden Seal of Approval. This article represents an overview of JCI accreditation process and its benefits to accreditation organization and patients. നമ്മളിപ്പോ ഇത്രയും നേരം നമ്മൾ JCIനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഒരു പോർഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് JCIയുടെ അംഗീകാരങ്ങളെ കുറിച്ചിട്ട്, അവരുടെ പ്രോസസ്സിനെ കുറിച്ചിട്ട്, അതിന്റെ ബെനിഫിറ്റ്സ് നമ്മുടെ സ്ഥാപനത്തിനും പേഷ്യൻസിനും എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുകൂടി ഒന്ന് റീഡ് ചെയ്യോ? എല്ലാവരും കഴിഞ്ഞോ? റെഡി കഴിഞ്ഞോ? ഇനി നമ്മൾ നോക്കുന്നത് IEEA റെക്കഗ്നീഷൻ ആണ്. നമ്മൾ പറഞ്ഞല്ലേ JCIക്ക് IEEA റെക്കഗ്നൈസേഷൻ ഉണ്ട്. ഫുൾ ഫോം എന്താണ് പറഞ്ഞത് നോക്കാം. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ ആണ്. അക്രഡിറ്റേറ്റഡ് സ്റ്റാൻഡേർഡ്സ് 2017-21 ആണ്. ഓക്കെ,
അപ്പോൾ JCI is accredited by International Society of Quality in Healthcare External Evaluation Association. നമ്മൾ JCIക്ക് ഈ ഒരു സ്ഥാപനത്തിന് അംഗീകാരമുണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇവാലുവേഷനും സർട്ടിഫിക്കേഷനും അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, സർവേ കണ്ടക്ട് ചെയ്യുന്ന ഹോം സൈറ്റ് സർവേ ആണ്. അതിന് പേഴ്സൺസിന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ്ങും കാര്യങ്ങൾക്കും ഉള്ള ഒരു അംഗീകാരമാണ് JCIക്ക് ഈ ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. IEEA provide third-party external evaluation service. IEEA provide ചെയ്യുന്നത് third-party external evaluation service ആണ് to health and social care external evaluation organization and standard developing body around the globe. നമ്മളുടെ വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ ബോഡീസിന് കൊടുക്കുന്ന ഒരു അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനമാണ് IEEA. IEEA accreditation provides assurance that the standard, training, and the process used by JCI met the highest international benchmark for accreditation body. ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബെഞ്ച്മാർക്ക് ഈ ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഒരു അംഗീകാരമാണ് IEEA accreditation എന്ന് പറയുന്നത്. ഓക്കെ, JCI credentials. JCI received 4-year accreditation in 2011. നമുക്കറിയാം അല്ലെ, ISCA International Society for Quality in Healthcare അവരാണ് നമ്മള് ഇന്റർനാഷണൽ ബോഡീസിന് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ബോഡീസിന് വേണ്ട അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞു. 4-year accreditation JCI കിട്ടിയിട്ടുണ്ട്, which shows that the process and benchmark used by JCI are of the highest international standard. നമ്മള് JCI ഫോളോ ചെയ്യുന്ന പ്രോസസ് ആൻഡ് ബെഞ്ച്മാർക്ക് അവരുടെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഹൈയസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മെറ്റ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഉറപ്പാണ്. The Joint Commission International and the Joint Commission and the World Health Organization collaborates together on WHO collaborating initiative dedicated to patient safety. The Joint Commission International, Joint Commission, WHO ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ വേൾഡ് വൈഡ് പേഷ്യന്റ് സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയാ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. JCI accreditation is the most prestigious accreditation and on ആണ് ഇവിടെ വന്നിരിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ വന്നിട്ടുണ്ടോ ആൻഡ് ഓൺ എന്നല്ലേ വന്നിരിക്കുന്നത്, ആൻഡ് നോൺ എന്തോ വന്നിരിക്കുന്നത്. അപ്പൊ അത് ഓൺ ആൻഡ് ആക്കണം, മനസ്സിലായോ? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുകയാണ്. ഓൺ ആൻഡ് US hospital can get and concentrate it worth a lot of hospital that offer service to foreign patients. അപ്പൊ ഈ ഒരു അംഗീകാരം ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് US ഹോസ്പിറ്റൽസിന് ഒരുപാട് ഫോറിൻ പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം വേൾഡിൽ തന്നെ ഏറ്റവും നല്ലൊരു അംഗീകാരം അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഹോസ്പിറ്റൽസിന് എത്തിച്ചേരാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു അംഗീകാരമാണ് JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് എഡിറ്റ് ചെയ്തോ, ഓൺ ആൻഡ് ആക്കിയോ? ഇനി JCI സ്റ്റാൻഡേർഡ് ആണ്. The JCI accreditation process focus on patient care and treatment. നമ്മുടെ JCI സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ JCIയുടെ പ്രോസസ് എന്ന് പറയുന്നത് പേഷ്യന്റ് കെയർ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവര് നല്ല കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നത് ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ JCI സ്റ്റാൻഡേർഡ്, the JCI accreditation process focus on patient care and treatment as well as an organization management and clinical system. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ക്ലിനിക്കൽ സിസ്റ്റത്തിലെല്ലാം ഈ ഒരു കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുന്നതിന്റെ ഒരു എന്താണ് അതാണ് ഫോക്കസ് ചെയ്യുന്നത്. The JCI standard explains
the assessment of key functioning of the hospital. JCI standard എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ key functioning areas ആണ് മെയിൻ ആയിട്ട് അസസ്മെന്റ് ചെയ്യുന്നത്. ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. കുറച്ച് ഫങ്ഷണൽ ഏരിയാസ് ഞാൻ പറയും. അപ്പൊ ആ ഫങ്ഷണൽ ഏരിയാസ് ഈ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, ക്രോസ് ചെക്ക് ചെയ്യുന്നത്. The key functions include meeting the international goal of patient safety. First of all, international goal of patient safety meet ചെയ്യുന്നുണ്ടോ, പേഷ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. assess to the care പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അസസ്മെന്റ്, കെയർ പ്രോസസ് കെയർ അസിസ്റ്റീവ് കെയർ അസസ്മെന്റ് ആൻഡ് കെയർ പ്രോസസ്സ് കൊടുക്കുന്നുണ്ടോ, ഇൻഫെക്ഷൻ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ സ്റ്റാഫ്സിന് വേണ്ട എഡ്യൂക്കേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇൻഫർമേഷൻ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും നല്ലൊരു HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടോ, ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ സ്ഥാപനത്തിൽ നല്ല ഹൈ ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സിനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഫെസിലിറ്റീസ് നമ്മുടെ സ്ഥാപനം നല്ല രീതിയിൽ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ. JCI ഹാസ് എ ടോട്ടൽ ഓഫ് 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാംസ്. മെയിൻ ആയിട്ട് 6 അക്രഡിറ്റേഷൻ പ്രോഗ്രാംസ് ആണ് JCIക്ക് ഉള്ളത്. ആൻഡ് 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. The accreditation include hospital, ambulatory care, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സെട്ര ആണ് മെയിൻ ആയിട്ടുള്ള അക്രഡിറ്റേഷൻ പ്രോഗ്രാം. ഇത് നമ്മള് ലാബിന്റെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ, നമ്മൾ സ്റ്റാൻഡേർഡ്സ് ആദ്യം 10 പറഞ്ഞ സമയത്ത് നമ്മൾ രണ്ടായിട്ട് പേഷ്യന്റ് സെന്റർ സ്റ്റാൻഡേർഡും ഓർഗനൈസേഷൻ സെന്റർ സ്റ്റാൻഡേർഡ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ലാബിന്റെ പറഞ്ഞപ്പോ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 5 ഓക്കെ. അതേപോലെ തന്നെയാണ് JCI അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസും നമ്മൾ അതേപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാക്സിമം സൂം ചെയ്യാം, കാരണം എനിക്ക് തന്നെ കണ്ട് പിടിക്കുന്നില്ല. മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്? അപ്പോ പേഷ്യന്റ് സെന്റർ സ്റ്റാൻഡേർഡും മാനേജ്മെന്റ് സെന്റർ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ വരുന്നത്. ACC എവിടെ വരുന്നത്? JCI സ്റ്റാൻഡേർഡ് ആണ് ACC എന്ന് പറയുന്നത്. പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ് PFR, അസസ്മെന്റ് ഓഫ് പേഷ്യന്റ് AOP, കെയർ ഓഫ് പേഷ്യന്റ് COP, anesthesia and surgical care ASC, medication management and use MMU, patient and family education PFE. Okay, രണ്ടായിട്ട് പറയുന്നത് പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യൻസ് ആൻഡ് ഫാമിലി റൈറ്റ്സും പേഷ്യന്റ് ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ രണ്ടായിട്ട് പറയുന്നത്. ഇത്രയും സ്റ്റാൻഡേർഡ്സ് ആണ് പേഷ്യൻസ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് patient safety QPS, quality improvement and patient safety QPS. അത് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, മിസ്റ്റേക്ക് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ലാബില് ഒരു പ്രാവശ്യം ഒരു മിസ്റ്റേക്ക് വന്നിട്ട് കണ്ടില്ലേ നിങ്ങൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അപ്പൊ അത് ഇതാണ് നമ്മളുടെ JCIയുടെ സ്റ്റാൻഡേർഡ് ആണ്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ PCI, ഗവേണൻസ് ലീഡർഷിപ്പ് directing GLD, facility management and safety FMS, skills continuity education SCE, management of communication and information MCI. ഇത്രയും സ്റ്റാൻഡേർഡ്സ് ആണ് ഹോസ്പിറ്റൽസിന് നമ്മൾ JCI അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡും മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡും. ഓക്കെ, ഈ ഒരു പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ എല്ലാവരും.
നെക്സ്റ്റ് പോർഷൻ വരുന്നത് അക്രഡിറ്റേഷൻ പ്രോസസ് ആണ്. അതോടെ നമുക്ക് വീട്ടിൽ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് വീക്ക് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.